എന്തൊരു തലവേദനയാണ്. രാവിലെ തുടങ്ങിയതാ. ഇപ്പൊ തന്നെ മണിയറയുടെ ഉള്ളിലൊക്കെ കേറി കൂടിയിക്കണ. ഓന്റെ ഞാൻ തിരുമ്പിട്ടോണ്ട് ഓനക്ക് അതൊന്നും ഇഷ്ടാവൂല. ഇജ്ജ് തിരുമ്പിയാലൊന്നും. ഇജ്ജ് തിരുമ്പിയായിട്ട് വൃത്തിയാവൂല. അത് ഞാൻ തന്നെ ചെയ്തോളൂ. ഓന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തോണ്ട് ഇത് എന്റേത് എന്താ വെച്ചാല് ഇജ്ജ് തിരുമ്പിട്ടാട്ടാ. ആ പുറത്തുണ്ടാവും ബക്കറ്റും അതേപോലെ തിരുമ്പണ സോപ്പും പൊടിയൊക്കെ ഉണ്ടാവും. ആ കല്ലുമ്പോ കൊണ്ടുപോയി തിരുമ്പിക്കളാ. ഒരു 5 മിനിറ്റ് ഇരുന്നാ വിളിക്കും. ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 1.5 മാസമായി. ഇതുവരെ റെസ്റ്റ് ഇല്ലാത്ത പണിയൊന്നും പേരേക്കും കൂടെ ഒന്നും പറഞ്ഞയച്ചിട്ടില്ല. നിക്കാനോട് ചോദിച്ചിട്ട് എങ്ങനെയും 2 ദിവസത്തിന് പോണം. അല്ല, അമ്മായിയുടെ മോളെ എവിടെയാണ്? ഇപ്പൊ ആർക്കും ഇന്നെ വേണ്ടല്ലോ. ഈ വിഷമിക്കണ്ടട്ടോ. അന്റെയും ഓന്റെയും കല്യാണം നമ്മക്ക് നടത്താം. ഇവളെ ഞാൻ ഇവിടുന്ന് എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞേക്കാം. ഇക്കും അന്നെ തന്നെ ഇഷ്ടം. പക്ഷെ ഓ സമ്മതിക്കായിട്ടല്ലേ. എങ്ങനെയെങ്കിലൊക്കെ ഓനെ കൊണ്ട് നമുക്ക് സമ്മതിപ്പിക്കാം. ഈ എന്നാ നാട്ടിക്ക് വരുന്നത്? ഞാൻ അടുത്ത ആഴ്ച എത്തും അമ്മായിയെ. എന്നാ ചെന്നിട്ടേ കുറച്ച് ദിവസം ഇവിടെ ഒന്ന് വന്ന് നിൽക്കുന്നിട്ട് ഓന്റെ മനസ്സിലൊന്ന് കേറി പറ്റാൻ നോക്ക്. ഞാനേ ഓള് വരുന്നുണ്ടോന്ന് പേടിച്ചിട്ടാ ഞാൻ പണക്ക് ഫോൺ വിളിക്കുന്നത്. ഇപ്പൊ എവിടെ നോക്കിയാലും ഓളാണ്. എന്നാ നിങ്ങള് വെച്ചാളി. അധികം നേരം ഒന്നും സംസാരിക്കണ്ട. ഓള് വരും. എന്നാ ആയിക്കോട്ടെ. എന്നാലിട്ടാ ഞാനേ മറ്റോൾക്കൊന്ന് വിളിച്ചോക്കെ. സൂറാക്കൊന്ന് വിളിച്ചോക്കട്ടെ കേട്ടാ. എന്നാ ശരി. ഇന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വായോ. ഓക്കെ. ഇപ്പോഴിത് എവിടെയാണ് കിടക്കണത്? ഹലോ, ഈ എവിടെയാണ്? ഈ എന്താ ഫോൺ എടുക്കാത്ത? അന്റെ ഒരു പണിയോള് ഇതുവരെ പെരന്റെ ഉള്ളത്തെ പണിയോള് കഴിഞ്ഞിട്ടില്ല. എന്റെ ഒരു നാത്തൂനുണ്ടല്ലോ അവിടെ, അവന്റെ പെങ്ങള് എന്തോള് പണിയോളൊന്നും എടുക്കൊന്നുമില്ലേ? ഇജ്ജ് ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുത്തോ. ഞാൻ ഇപ്പൊ വിളിച്ച എന്താ വെച്ചാലേ മറ്റേ ബുഷറ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓള് അടുത്ത ആഴ്ച നാട്ടിലേക്ക് എത്തും. അത് കഴിഞ്ഞാ പിന്നെ 4-5 ദിവസം ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇജ്ജ് എന്നാ കുറച്ച് ദിവസത്തിന് ഇങ്ങോട്ട് പോരെ. ഇവളെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ആട്ടണ്ടേ. ഓന്റെ മനസ്സിന്ന് ഓളൊന്നുണ്ട് ഇറക്കി വിടണം. ഓൾക്ക് ഓല്ലാതെ നിക്കാൻ വെച്ചാ ഓനക്ക് ഓളില്ലാതെ നിക്കാൻ വെച്ചാത്ത അവസ്ഥയാണ് ഇപ്പൊ ഞാൻ പറയണതൊന്നുമല്ല. നിങ്ങൾ രണ്ടാളും കൂടി ഇങ്ങോട്ട് വരി. വന്നിട്ട് ഇവിടെ ഓളെ ഒന്ന് ഇട്ട് പഠിപ്പിച്ചതിന് ശേഷം ഓളമ്മക്ക് ഓളെ പെരേക്ക് തന്നെ പറഞ്ഞേക്കാം. അത്രയും പാവപ്പെട്ട ആൾക്കാരല്ലേ. ഓല് പിന്നെ കേസിനും കൂട്ടത്തിനൊന്നും പോവൊന്നുമില്ലേ. ഇന്നലെ അമ്മ വിളിച്ചിന്ന്. അപ്പൊ പറഞ്ഞ എന്താ വെച്ചാല് ഓള് വരും. വന്നു കഴിഞ്ഞാല് എങ്ങനെയെങ്കിലും ഓരോ കല്യാണം നടത്തണം എന്നാണ്. ഇപ്പോഴൊന്നും ഓന്റെ തലേന്നൊന്ന് പോയി കിട്ടണ്ടേ. ആർക്കെങ്ങനെ ഫോൺ വിളിക്കണം? ആരമ്മ വിളിക്കണ്? ഞാനേ പിന്നെ വിളിക്കട്ടോ. ആര് വിളിച്ചാലും അണക്കിപ്പ എന്താ? ഞാൻ സൂറിയെന്ന് വിചാരിച്ചിട്ടാ. കൊറേ ദിവസമായാലും ഓല് വന്ന് പോയിട്ട്. കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ ഓല് വന്നിട്ടില്ലല്ലോ. കല്യാണത്തിന്റെ അന്ന് വന്ന് പോയതന്നെ എന്റെ കുട്ടി. എങ്ങനെയാ ഓള് ഇവിടെ നിക്ക? എന്റെ ഇടയിലൊക്കെ അല്ലേ നിക്കണത്. എല്ലാവർക്കും ഇഷ്ടമല്ലാത്ത കല്യാണം. പിന്നെ ഇജ്ജ് എന്തിനായിട്ട് വലിഞ്ഞു കയറി വന്നതങ്ങണ്ട്? ഒന്ന് പോയി തന്നൂടെ അണക്ക്? ഞങ്ങൾക്ക് കുറച്ച് മനസ്സമാധാനെങ്കിലും ഉണ്ടാവും. ഇത്രയും ദിവസം നല്ലൊരു സ്വസ്ഥതയിൽ ഇരുന്നിട്ട് ഇപ്പൊ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 1 മാസം ആവാനായി. അപ്പോത്തിന് തന്നെ മനുഷ്യന്മാർക്ക് സ്വസ്ഥത സമാധാനക്കേട് വന്നിപ്പോ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടമ്മ ഓരൊക്കെ വരാതിരിക്കണത്? ഈ അല്ലാതെ പിന്നെ ഞാനാ തെറ്റ് ചെയ്തിക്കണത്? ഉമ്മ ചായ അടിക്കാൻ വരുന്നില്ലേ? ഞാൻ കുടിച്ചോണ്ട്. ഇജ്ജ് കുടിച്ചോ. ശരി. ഓളിങ്ങനെ ചായയും ചോറും ഇങ്ങനെ ഓളിങ്ങനെ വെച്ചിരിക്കല്ലേ. വന്ന് കുടിക്കാൻ പറയാന്. ഞാൻ ഉണ്ടാക്കിയതല്ലേ. കറിനൂടെ കുടിക്കാന്.
ഓള് പറഞ്ഞു തന്നിട്ട് വേണം. എൻ്റെ മക്കളും കൊണ്ട് വരട്ടെ, വന്നിട്ട് വേണം ഓളൊന്ന് ഇവിടുന്ന് ആട്ടാൻ. അതിൻ്റെ മുന്നേ മകനി ഓളും കൂടി ഒന്ന് തെറ്റിപ്പിക്കാണ്ട്. മുറ്റത്തൊക്കെ ആകെ ചമ്മലാണ് ഈ മഴ പെയ്തിട്ട്. ഇവിടെ എത്തിയുണ്ടല്ലോ, ഓൾക്കൊന്ന് അടിച്ചു വരാനും കൂടി ഓൾക്കൊന്നും ഒഴിവില്ല. അമ്മ ഞാൻ അടിച്ചു വരാം. വേണ്ട, ഞാൻ തന്നെ അടിച്ചൊരുക്കൊണ്ട്. എന്റെ പെരയിലേ എനിക്ക് അടിച്ചു വരാനുള്ള തന്നെ ഉള്ളൂ. ഇത്രയും കാലേജ് വന്നിട്ടൊന്നല്ല ചെയ്തിരുന്നു, ഞാൻ തന്നെ ഇന്ന് ചെയ്തിരുന്നത്. അപ്പൊ ഓളങ്ങനെ കെട്ടിയെടുത്തു. ഇതാണ് തിരുമ്പിട്ടാളാ, ആ കല്ലുമ്മ കൊണ്ടുപോയി തിരുമ്പിട്ടാളാ. അപ്പൊ മഴ ഒന്നും ഇല്ല, ഒരു ഇങ്ങനെ ചാറിനുള്ളൂ. ഇതാണ് കൊണ്ടുപോയിട്ട് തിരുമ്പിട്ടാളാ. വാഷിംഗ് മെഷീനിൽ തിരുമ്പിക്കൂടെ? വാഷിംഗ് മെഷീനിലൊന്നും ഇപ്പൊ തിരുമ്പണ്ട, അല്ലെങ്കിൽ തന്നെ കറണ്ട് ബില്ല് എത്രയാ വരുന്നത്? 500-600 ഒക്കെയാണ് കറണ്ട് ബില്ല് വരുന്നത്. ഇവിടെ എത്ര ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഈ മാസം ഇപ്പൊ എത്ര 600 അയക്കണം. ആ കല്ലുമ്മ തിരുമ്പാനുള്ള തന്നെ ഉള്ളൂ. തിരുമ്പേതൊക്കെ ആകെ നനഞ്ഞിക്കണ്. ആ മഴ പെയ്യുന്നതിന്റെ മുന്നത്തൊക്കെ ഒന്നാണ്ട് എടുത്ത് വെച്ചിക്കണമെങ്കിൽ ഇത് ഇങ്ങനെ നനയോ? ഇപ്പൊ എന്തിനാതൊക്കെ പറ്റിയതൊക്കെ ഞാൻ അരൂക്ക് എടുത്തിടേണ്ടി വരും. ആ തമ്പുരാട്ടി അവിടെ വന്നിരിക്ക. ഇജെന്താ ഇവിടെ വന്നിരിക്കണത്? ഞാൻ എന്നോട് ആ തിരുമ്പേതൊക്കെ ഒന്ന് എടുത്തേക്കാൻ വേണ്ടിട്ട് ഇജ ഇന്നലെ എടുത്ത് വെച്ചിട്ടില്ലേ? ഇപ്പൊ ഫുള്ള് മഴയും കൊണ്ടിക്കണത്. ഞാൻ മറന്നതമ്മ, ഞാൻ എടുത്തിട്ടോളാം. ആ മറന്നു. ഇജി 4 നേരം തിന്നാൻ മറക്കണില്ലല്ലോ. ഇവിടെ പണിയെടുക്കാനേ എനക്ക് മറവിയുള്ളൂ. അതെങ്ങനെ? എന്തെങ്കിലും ചെയ്ത് ശീലം വേണ്ട. ആദ്യം തള്ളെന്തെങ്കിലും ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലല്ലേ. പോയിട്ട് ആ അരിമ കെടുക്കണോക്കെ ഈ ഇറയത്തൊക്കെ കൊണ്ട് കൊടുന്നിടും. എന്നിട്ട് ഇന്ന് തിരുമ്പോഴത്തെ അവിടെ കൊണ്ടുപോയി ഉണക്കിക്കാളാ. വേറെ വിശേഷിച്ച് പണിയൊന്നും ഇല്ലല്ലോ. പണികളൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കേക്കാരല്ലേ തമ്പുരാട്ടി? ഒരു പണിയിട്ട് എടുക്കൂല്ല, വെറുതെ ഇരുന്ന് ഇങ്ങനെ തിന്ന. കിളിയെ, അനക്കും ഇന്റെ അവസ്ഥ തന്നെയല്ലേ, കൂട്ടിലടച്ചിട്ട പോലെ. അനക്ക് കൂട്ടിന് ഞാനും ഉണ്ട്, ഇക്ക് കൂട്ടിന് ഇയും ഉണ്ട്. ഭർത്താവിൻ്റെ മുറപ്പെണ്ണും പെങ്ങളും വന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇവളുടെ ജീവിതം എന്താകും?